കേരള സ്നേക്ക് ബോട്ട്സ് ആൻഡ് റോവേഴ്സ് അസോസിയേഷൻ ചുണ്ടൻ വള്ളങ്ങളുടെ ഉടമകളുടെ സംഘടനയും കേരള ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ കേരളത്തിലെ വള്ളം കളിയിൽ പങ്കെടുക്കുന്ന ബോട്ട് ക്ലബ്ബുകളുടെ അസോസിയേഷനും ചെറുവള്ളങ്ങളുടെ ഉടമകളുടെ അസോസിയേഷനും ചേർന്ന് സംയുക്തമായി നമ്മൾ ഇന്നിവിടെ ഒരു യോഗം ഇങ്ങനെ കൂടാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ അനിശ്ചിതത്വത്തിൽ തുടരുന്ന 70ാമത് നെഹ്റു ട്രോഫിയെ പറ്റിയുള്ള തീയതിയുടെ കാര്യത്തിലാണ്. ഞങ്ങളും ഇത് ആരംഭിച്ചത് തന്നെ ഈ വയനാട്ടിൽ നടന്ന അതിദാരുണമായ നമ്മുടെ ഒക്കെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇപ്പോഴും കണ്ണുനീർ തോരാത്ത വയനാടിനോടുള്ള അങ്ങേയറ്റത്തെ ഞങ്ങളുടെ ദുഃഖം അറിയിച്ചുകൊണ്ട് തന്നെ നെഹ്റു ട്രോഫി മാറ്റിവെച്ചതിലുള്ള ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ നെഹ്റു ട്രോഫി ഓഗസ്റ്റ് 10-ാം തീയതിയിൽ നടത്തേണ്ടിയിരുന്ന നെഹ്റു ട്രോഫി മാറ്റിവെച്ചതും അതിനുശേഷം അനിശ്ചിതമായി ഇതിനെപ്പറ്റി ഒരു തീരുമാനം ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് നെഹ്റു ട്രോഫിയെ സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ്. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. ഒരു ജില്ലാ കളക്ടർ ചെയർമാനും RDO സെക്രട്ടറിയുമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെങ്കിലും നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഗവൺമെന്റ് മിഷനറി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് തീരുമാനം പോലെയാണ്. അതിനകത്ത് മാറ്റിവെച്ചു എന്നതിനോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല. തീർച്ചയായും അങ്ങേയറ്റം മനുഷ്യത്വപരമായ കാര്യം തന്നെയാണത്. അതിനോട് നമ്മൾ യോജിച്ചുവെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വെറും ആലപ്പുഴയിലെ ഒരു വള്ളംകളി മാത്രമല്ല. ആലപ്പുഴയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അതിന്റെ കായിക രംഗത്തൊക്കെ നെഹ്റു ട്രോഫി ചെലുത്തിയിട്ടുള്ള സ്വാധീനവും 70 വർഷം ഇത് ഏതാണ്ട് തത്വത്തിൽ 72 വർഷമായി തുടരുന്ന 2 വർഷം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഈ 70 വർഷം കൊണ്ട് 7 പതിറ്റാണ്ടിലേറെ കാലമായി ഇങ്ങനൊരു കാര്യം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അത് എത്രയോ വലിയ ഒരു വള്ളംകളി മാത്രം എന്നതിലുപരി വലിയൊരു സംരംഭമായി കേരളവും ലോകവും അറിയുന്ന, ശരിക്കു പറഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ കാണിക്കുന്ന, കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നേ ഉള്ളൂ. അത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവും ഈ വള്ളംകളിയുമാണ്. അതിന്റെ പ്രാധാന്യം അത് നടക്കാതെ വരുമ്പോഴാണ് നമ്മളെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്, അലട്ടുന്നത്. തീർച്ചയായും മാറ്റിവെച്ചതിനോട് ഞങ്ങളെല്ലാം യോജിക്കുന്നതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 20 ചുണ്ടൻ വള്ളങ്ങളും 64ഓളം കളിവള്ളങ്ങൾ മൊത്തമായി പങ്കെടുക്കുന്ന ഈ വള്ളംകളി നടത്താൻ ഇതിന്റെ സംഘാടകരെന്ന നിലയിൽ വള്ള ഉടമകളും വള്ളങ്ങളുടെ ക്ലബ്ബുകളും ഇതിന്റെ പിന്നിൽ മുടത്തുന്ന പണം, ഇതിന്റെ പിന്നിലത്തെ അധ്വാനം, ഇത് ശരിക്കു പറഞ്ഞാൽ കണക്ക് കൂട്ടാവുന്നതല്ല. വലിയ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നമ്മൾ ആവേശത്തിന്റെ പേരിൽ, ആഗ്രഹത്തിന്റെ പേരിൽ, ഒരു പാഷൻ എന്ന നിലയിൽ ഇത് നടത്തിക്കൊണ്ടുവരുന്ന ഈ 70ാമത് ഈ നെഹ്റു ട്രോഫി, ഇതിന് ഡേറ്റിനെ പറ്റി യാതൊരു വിധത്തിലും വെറും ഞങ്ങൾ പല മാധ്യമങ്ങളിലും കാണുന്ന ചില ഊഹാപോഹങ്ങൾ ഒഴിച്ചാൽ മറ്റൊന്നുമില്ലാതെ വന്നപ്പോഴാണ് തീർച്ചയായും ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗം കൂടണമെന്നും ഈ യോഗത്തിൽ വെച്ച് ഇതിന് ശക്തമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്നും തീരുമാനിച്ചതും. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗം ഇന്ന് ഇവിടെ ഈ ചടയൻമുറി ഹാളിൽ ഞങ്ങളുടെ പ്രസ് ക്ലബിനോട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു കാര്യം നടത്തണം എന്ന് തീരുമാനിച്ചതും, അങ്ങനെ ഇന്നൊരു യോഗം കൂടിയതും, അതിനെപ്പറ്റി ഞങ്ങൾ വിപുലമായ ചർച്ച നടക്കുകയും അതിനെപ്പറ്റി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം ബോട്ട് ക്ലബ്ബ് അസോസിയേഷന്റെ സെക്രട്ടറി എന്നോടൊപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ കൂടിയ കോർഡിനേഷൻ കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാം. അപ്പോൾ അത് ശ്രീ ഇക്ബാൽ വിശദീകരിക്കും. നമ്മൾ ചില തീരുമാനങ്ങൾ, ശക്തമായ തീരുമാനങ്ങളുമായി ഇതിന്റെ നടത്തിപ്പ്, ഇതിന്റെ ഞങ്ങളുടെ എല്ലാ ഐക്യദാർഢ്യവും ഈ വയനാട് ദുരന്തത്തിൽ
ജീവൻ നഷ്ടപ്പെട്ടവരോടും ഇപ്പോഴും എന്തായി എന്നറിയാത്ത നിരവധി പേരുടെ ജീവൻ മണ്ണിനടിയിലും വെള്ളത്തിലുമായി അവശേഷിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനകത്തുള്ള എല്ലാ ദുഃഖവും അറിയിച്ചുകൊണ്ട് തീർച്ചയായും അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾ പൂർണ്ണമായി ഐക്യപ്പെട്ടുകൊണ്ടും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഈ നാടിന്റെ വികാരമായ ഈ ജലമേള നടത്തണം എന്നുള്ള ആവശ്യവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്.